ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദക്ഷിണ കാശിയായ കൊട്ടിയൂരിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ. അതിൻ്റെ വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:30 ആയപ്പോഴായിരുന്നു നമുക്ക് ഡയറക്റ്റ് കൊട്ടിയൂർക്കല്ല, കണ്ണൂർ കീഴ്പള്ളിയിലേക്കുള്ള ബസ്സായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യമേ പോയത്. അവിടെ ചെന്നിട്ട് ആണ് പിന്നെ യാത്ര തുടങ്ങിയത് കേട്ടോ ശരിക്കുള്ളത്. അപ്പോൾ ഇത് ഞങ്ങളുടെ തൊടുപുഴ ആറാണ് കേട്ടോ. അപ്പോൾ ബസ്സിലുള്ള യാത്ര ആയതുകൊണ്ട് ആദ്യമായിട്ട് ഇത്ര ദൂരെ പോകുന്നതുകൊണ്ട് എങ്ങനെയാണെന്നും എന്ത് ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ലാത്തൊരു യാത്രയുടെ ഒരു തുടക്കമായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ ട്രാവലർ വിളിച്ചാണ് പോയത്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇത് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ എന്തോ ഒരു റിസ്ക് ആണെന്ന് അറിയത്തില്ല. പക്ഷേങ്കിൽ ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടും ഈ വർഷം അതുമോടം കണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. KSRTC ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 5:30 ബസ്സിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. എന്നാലും യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞിലെയുള്ള ടർക്കിയൊക്കെ എടുത്തിട്ടാണ് പോയത്. അവരാണെങ്കിൽ ഒരു മൂലയ്ക്കിൽ എന്താ പറയുക, അച്ചേനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ബസ്സിൽ കയറുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ പോകെ ആളുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയായിരുന്നു. തിരക്കൊക്കെ കുറഞ്ഞു, മഴയൊക്കെ കുറഞ്ഞു. കണ്ടില്ലേ, സീറ്റൊക്കെ ഒഴിവായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് യാത്ര എന്താ പറയുക, കുട്ടികളെ കൊണ്ട് പാടാമെന്ന് വിചാരിക്കുന്നവർക്ക് ഒട്ടും പാടില്ല കേട്ടോ. കാരണം ഞങ്ങൾ 2 കുട്ടികളെ കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. പിന്നെ 10-10:30 ആയപ്പോഴത്തേനും ബസ് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയപ്പോൾ ഞങ്ങൾ ഇലപ്പൊതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. പിന്നെ എന്താണെന്നറിയോ ഗൈസ്, ഞങ്ങൾ കറി എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോയില്ല. ചമ്മന്തിയും ഉപ്പുമാങ്ങ അച്ചാറുമായിരുന്നു കേട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് 4:30 കൂടി അവിടെ വീട്ടിൽ ചേട്ടായിയുടെ എത്തി. രാവിലെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ആകെ ക്ഷീണിച്ചായിരുന്നു. കാരണം എനിക്ക് കഴുത്തിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ പിന്നെയാണ് തൊഴാനായിട്ട് പോയത്. റോഡിലൊക്കെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം മനസ്സിലായി തിരക്കൊക്കെ കുറവാണ് അമ്പലത്തിൽ എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ശല്യം ഉണ്ടാക്കാത്ത രീതിയിലുള്ള മഴയുണ്ടായിരുന്നു കേട്ടോ. കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് മഴയാണ് പ്രാധാന്യം അല്ലേ. അപ്പോൾ മഴയില്ലാതെ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല എന്താ പറയുക, നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ എന്താ പറയുക, മനസ്സിന് നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. കാരണം നമുക്കിങ്ങനെ വെയിലടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി പോണേക്കാളും എന്തുകൊണ്ടും ഒരു യാത്രയ്ക്ക് സുഖം എന്ന് പറയുന്നുണ്ട് ഇച്ചിരി മഴയൊക്കെ ഉള്ളൊരു യാത്രയാണ്. എൻ്റെ ഒരു ഇതാണ് കേട്ടോ പറയുന്നത്. അപ്പം മഴയൊക്കെ ഒരു അത്യാവശ്യം ശല്യം ചെയ്യാത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് ദൂരമുണ്ട്. നമുക്ക് 1.5 മണിക്കൂർ നമുക്ക് വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. വഴി സൈഡിലുള്ള കാഴ്ചകളും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പുഴകളും ആറുകളും ഒക്കെ കര കവിഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല മഴയാണ്. അവിടെ റെഡ് അലർട്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നത് തിങ്കളാഴ്ച വെളുപ്പിനായിരുന്നു. അപ്പോൾ മെയിൻ വഴിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേൻ്റെ ഇളനീര് കൊണ്ട് കുറേ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇളനീർ വെപ്പ് എന്നൊരു ചടങ്ങിലേക്ക് ആവശ്യമായി ഇളനീര് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അങ്ങനെയും കുറേ കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ഈ വഴിയിലൂടെ പോകും.
നമ്മൾ ചെന്നിറങ്ങിയപ്പോഴത്തേനും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊന്നും നമുക്ക് ശല്യമായിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾ ഇതേ കുടയൊക്കെ ചൂടിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്പം വഴിയിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ 2 സൈഡുകളിലും കടകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ആളുകളും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ബാവലിപ്പുഴയാണെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴത്തേനും അപ്പുറത്തെ സൈഡിലൂടെ ബണ്ടിലൂടെയാണ് കേട്ടോ പോയത്. പക്ഷേ ഇപ്പോൾ ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബണ്ടൊക്കെ അതായത് ചാക്ക് നിറച്ച് വെച്ചിരുന്നതൊക്കെ കുത്തിയൊലിച്ച് പോയിട്ടുണ്ടാവും. ആ വശത്തൂടെ അല്ലാതെ നമ്മൾ പാലം വഴിയാണ് കേട്ടോ അക്കരയ്ക്ക് കടന്നിരുന്നത്. ആളുകളൊക്കെ തൊഴുത് തിരിച്ചു പോരുന്നുണ്ട്. പിന്നെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തിട്ടാ. നമുക്ക് എന്താ പറയുക, അവിടുത്തെ പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷം മുതലാണ് കേട്ടോ ഞങ്ങൾക്ക് കൊട്ടിയൂരിലേക്ക് എത്താനുള്ള ഒരു അനുഗ്രഹം കിട്ടിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ബാവലിപ്പുഴ മുറിച്ച് കടന്ന്, അതായത് ബണ്ട് ഉണ്ടായിരുന്നു, ആ ബണ്ടിലൂടെയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ കുതിച്ച് എന്താ പറയണേ, തിമിർത്ത് പെയ്യുന്ന മഴയിൽ കുതിച്ചു പായുന്ന ഒരു പുഴയാണ്, ബാവലിപ്പുഴയാണ് കേട്ടോ കാണാൻ സാധിച്ചത്. അപകടങ്ങൾ നിറഞ്ഞതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയില്ല. ബണ്ടൊക്കെ കുത്തിയൊലിച്ച് പോയെന്നാണ് ന്യൂസിലൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം റെഡ് അലേർട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പുഴയുടെ കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് അമ്പലത്തിലേക്ക് എത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ശബരിമല കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് ചെന്നപ്പോൾ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമുക്ക് നിന്ന് പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനം നടത്താനായിട്ട് സാധിച്ചു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ തൊഴാനും, കുറച്ച് നേരത്തേക്കാണെങ്കിലും മഴയൊക്കെ ഒന്ന് മാറി. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അതിനുള്ള അനുഗ്രഹം ദൈവം കൊടുത്തേക്കണ പോലെ തന്നെയാണ് കേട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമാണ്. കുഞ്ഞു കുട്ടികൾ വരെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുകയും അത് അനുവദിച്ച് കൊടുക്കുകയും ചെയ്യുന്നതും കൂടെ ഞാൻ കണ്ടിട്ടോ. എല്ലാ അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും വെള്ളത്തിലിറക്കാൻ അവർക്ക് നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ അത് പിള്ളേർക്കൊരു നല്ലൊരു അനുഭവം കൂടിയായിരുന്നു. അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേനും ശയനപ്രദക്ഷിണം ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ ആചാരങ്ങൾ, ഒത്തിരി ആചാരങ്ങളുള്ളൊരു അമ്പലവും കൂടെയാണ് കേട്ടോ നമ്മുടെ കൊട്ടിയൂർ. അപ്പോൾ കൊട്ടിയൂരത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്തു തുടങ്ങിയായിരുന്നു. മഴ പെയ്തു തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളാണെങ്കിൽ അതിലൂടെ എന്താ പറയുന്നത്, അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ രീതിയിൽ തന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ പോകണമായിരുന്നല്ലോ. ഇപ്പോൾ അത് 2 പേരായപ്പോഴത്തേനും അവരുടെ ഇഷ്ടാനുസരണം അങ്ങനെ നടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, അമ്പലത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷത്തിൽ 28 ദിവസം മാത്രം ദർശനം കിട്ടുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ നമ്മുടെ കൊട്ടിയൂർ. ഞെട്ടിപ്പലനയോലകൾ കൊണ്ട് മേൽക്കൂരകളൊക്കെ നിർമ്മിച്ച ആണ് അവിടെ നമ്മുടെ അമ്പലം പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, മലകളാൽ ചുറ്റും മലകളും നല്ല പ്രകൃതി, നമ്മുടെ എന്താ പറയുക, നല്ല സന്തോഷിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ നല്ല വൈബാണ്. നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേന് നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ. പിന്നെ 2 ആനക്കുട്ടികളുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെ എന്താ പറയുക, നമ്മൾ ചെന്ന ദിവസത്തെ തന്നെ എൻ്റെ പെടലിക്ക് നല്ല പണി കിട്ടി. എനിക്ക് പെടലി വേദനയായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും ഒത്തിരി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെന്നതാണല്ലോ, പിന്നെ പോകാൻ പറ്റാത്തവർക്ക് കാണാമല്ലോ എന്നൊക്കെ ഓർത്ത് എടുത്തതാണ് കേട്ടോ. ഇവിടെയായിരുന്നു ആ ബണ്ട് ഉണ്ടായിരുന്നു. ആ ബണ്ട് ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ആ ബണ്ടിലൂടെയായിരുന്നു വന്നത്. ഞങ്ങൾ അതിലൂടെ പോകാമെന്ന് ഓർത്ത്, അവിടെ ഒരു പാലമുണ്ട്, അതിലൂടെ പോകാമെന്ന് ഓർത്ത് പോയപ്പോഴത്തേനും അതിലൂടെ കടത്തി വിടുന്നില്ലായിരുന്നു. കയറൊക്കെ കെട്ടിയിട്ട് നമ്മളെ കടത്തി വിടില്ലാത്ത രീതിയിൽ അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിൽ, നല്ല രീതിയിൽ തൊഴാൻ പറ്റിയ സന്തോഷത്തിൽ ഞങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. പുഴ നോക്കിക്കേ കുത്തി ഒലിച്ച് വരുന്നത്. ഈ
ഈ പാലത്തിലൂടെയാണ് നമ്മൾ വരുന്നത്. തിരിച്ച് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കേട്ടോ. അങ്ങനെ രണ്ട് പാലം ഞാൻ കണ്ടുള്ളൂ. വേറെ പാലം ഉണ്ട് കേട്ടോ. മറ്റേ പാലത്തിൽ കൂടെ പോകണമെങ്കിൽ ഇച്ചിരി ദൂരം നടക്കണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പാലത്തിൽ കൂടെ അങ്ങ് പോന്നു. ഇത് ഓടപ്പൂവാണ് കേട്ടോ. ഭഗവാന്റെ പ്രസാദം എന്ന രീതിയിൽ നമ്മുടെ വീടുകളിൽ ഐശ്വര്യം നൽകുന്ന ഓടപ്പൂവാണ് കേട്ടോ. വേറെ ഒരു അമ്പലത്തിൽ നിന്നും കാണാൻ സാധിക്കാത്തൊരു സാധനമാണ് ഓടപ്പൂവ്. അത് വാങ്ങിക്കണേ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്, എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേനും ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴും ചെറിയൊരു ക്ലിപ്പ് എടുത്തു. എന്താ പറയുക, ഒത്തിരിയും എന്താ പറയുക, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഓർത്താണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ പെടലി സമ്മതിച്ചില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോഴത്തേനും തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ എന്തുവാ, പിറ്റേ ദിവസം രാവിലെ അല്ല, പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചേട്ടായിയൊക്കെ ഞങ്ങളെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയായി, ഞങ്ങൾ മൂടി പുതച്ചിരിക്കാൻ തുടങ്ങി. ഇതാണ് തൃശ്ശൂർക്കാരൻ രാവണൻ. അപ്പോൾ കണ്ണേട്ടൻ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂർ. അപ്പം ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു യാത്രയായിരുന്നു. KSRTCയിലുള്ള യാത്രയാണ്, അല്ലെ ബസ് യാത്ര ആയതുകൊണ്ട് പേടിയായിരുന്നു. പക്ഷേങ്കിൽ എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ, സീ യു.